നമസ്കാരം. കെംഗുരു മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രസതന്ത്രത്തിലെ മോൾ സങ്കല്പനം എന്ന പാഠത്തിലുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇത് തികച്ചും പരീക്ഷാ സംബന്ധിയായ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും എനിക്ക് ഇതിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. മോളിലുള്ള എണ്ണത്തെ ഗ്രാമിലുള്ള മാസിലേക്കും തന്മാത്രകളുടെ അല്ലെങ്കിൽ ആറ്റങ്ങളുടെ എണ്ണത്തിലേക്കോ അല്ലെങ്കിൽ വ്യാപ്തത്തിലേക്കോ എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, അതിനുള്ള ഒരു എളുപ്പ മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായി ഏതാനും ചില ആറ്റങ്ങളുടെ GAM അതായത് ഗ്രാം അറ്റോമിക മാസുകൾ എത്രയാണെന്ന് പരിചയപ്പെടാം. ഹൈഡ്രജൻ 1 ഗ്രാം, ഹീലിയം 4 ഗ്രാം, കാർബൺ 12 ഗ്രാം, നൈട്രജൻ 14 ഗ്രാം, ഓക്സിജൻ 16 ഗ്രാം. ചില പ്രധാനപ്പെട്ട തന്മാത്രകളുടെ GMMകൾ പരിചയപ്പെടാം. ഹൈഡ്രജൻ 2 ഗ്രാം, നൈട്രജൻ 28 ഗ്രാം, ഓക്സിജൻ 32 ഗ്രാം, മീഥെയ്ൻ 16 ഗ്രാം, അമോണിയ 17 ഗ്രാം, ജലം 18 ഗ്രാം, കാർബൺ ഡയോക്സൈഡ് 44 ഗ്രാം. ഓരോ തന്മാത്രകളും അതിൻ്റെ GMMന് തുല്യമായ മാസ് എടുത്തു കഴിഞ്ഞാൽ അത് 1 മോൾ തന്മാത്രയ്ക്ക് തുല്യമായിരിക്കും. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, 88 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ എത്ര മോൾ കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുണ്ട്? അല്ലെങ്കിൽ 88 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ ഉൾക്കൊള്ളുന്ന പദാർത്ഥത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? അതുമല്ലെങ്കിൽ 88 ഗ്രാം കാർബൺ ഡയോക്സൈഡിൽ എത്ര തന്മാത്രകൾ ഉണ്ടായിരിക്കും? കാർബൺ ഡയോക്സൈഡിൻ്റെ GMM 44 ഗ്രാം ആണെന്ന് നമുക്കറിയാം. അതായത് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് 1 മോൾ ആണ്. ഈ 1 മോൾ കാർബൺ ഡയോക്സൈഡിൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകളുടെ എണ്ണം 6.022 × 10⁻23 എണ്ണമാണ്. ഇതിനെ അവഗാഡ്രോ സംഖ്യ എന്നാണ് പറയുന്നത്. ഇനി ഈ 1 മോൾ കാർബൺ ഡയോക്സൈഡ് എത്ര വ്യാപ്തമുണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് 22.4 ലിറ്ററാണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എന്നാണ് ചോദ്യത്തിലുള്ളത്. അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെ GMM ആയ 44ൻ്റെ എത്ര മടങ്ങാണ് 88? 2 മടങ്ങ്. അപ്പോൾ 44നെ 2 കൊണ്ട് ഗുണിച്ചാൽ 88 കിട്ടുന്നു. ഇതുപോലെ മറ്റുള്ള എല്ലാ സംഖ്യകളെയും നാം 2 കൊണ്ട് ഗുണിക്കുന്നു. ഇങ്ങനെ 1 മോളിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 മോൾ എന്നും 6.022 × 10⁻23നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12.044 × 10⁻23 എന്നും 22.4 ലിറ്ററിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 44.8 ലിറ്റർ എന്നും ഉത്തരമായി ലഭിക്കുന്നു. ഇനി നമുക്ക് 88 ഗ്രാം കാർബൺ ഡയോക്സൈഡിനെ മോളുകളുടെ എണ്ണത്തിലേക്കോ തന്മാത്രകളുടെ എണ്ണത്തിലേക്കോ വ്യാപ്തത്തിലേക്കോ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. 88 ഗ്രാം കാർബൺ ഡയോക്സൈഡ് എന്നാൽ 2 മോളാണെന്നും ഇതിൽ 12.044 × 10⁻23 എണ്ണം തന്മാത്രകൾ ഉണ്ടായിരിക്കും എന്നും ഇതിൻ്റെ STPയിലെ വ്യാപ്തം 44.8 ലിറ്റർ ആയിരിക്കുമെന്നും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. സ്റ്റാൻഡേർഡ് താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന 11.2 ലിറ്റർ വ്യാപ്തമുള്ള ഓക്സിജൻ്റെ ഗ്രാമിലുള്ള മാസ് എത്രയാണ്? 1 മോൾ ഓക്സിജൻ എന്നാൽ 22.4 ലിറ്റർ ആണ് എന്ന് നമുക്കറിയാം. അത് 32 ഗ്രാം ആണെന്നും അതിൽ 6.022 × 10⁻23 എണ്ണം ഓക്സിജൻ തന്മാത്രകളുണ്ട് എന്നും നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. 22.4 ലിറ്ററിനെക്കാട്ടിലും കുറവാണല്ലോ 11.2 ലിറ്റർ. അതുകൊണ്ട് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വ്യാപ്തത്തെ നമ്മൾ താഴെയായി എഴുതുന്നു. കുറവുള്ളത് താഴെയും കൂടുതലുള്ളത് മേലെയുമായി എഴുതുന്നു.
22.4നെ എത്ര കൊണ്ട് ഹരിച്ചാലാണ് 11.2 കിട്ടുക? 2 കൊണ്ട്. ഇതുപോലെ മറ്റുള്ളവയെയും നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നു. ഇങ്ങനെ ഹരിക്കുമ്പോൾ 11.2 ലിറ്റർ അര മോൾ 3.011 × 10⁻23 എന്നിങ്ങനെ യഥാക്രമം ഉത്തരങ്ങൾ ലഭിക്കുന്നു. അതായത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന 11.2 ലിറ്റർ ഓക്സിജൻ എന്നാൽ അര മോൾ ഓക്സിജൻ ആണെന്നും ഇതിൻ്റെ ഗ്രാമിലുള്ള മാസ് 16 ഗ്രാം ആണെന്നും ഇതിലെ തന്മാത്രകളുടെ എണ്ണം 3.011 × 10⁻23 ആണെന്നും ഉത്തരമായി ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങളും ഇനി നമുക്ക് വളരെ ഈസിയായി നിർദ്ധാരണം ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.